നമസ്കാരം. ഇന്ന് ലോക നേതാക്കളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം രാഷ്ട്രതലവന്മാരുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരേ ഒരു ഭരണാധികാരി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും. ലോകത്തെ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലെയും രാഷ്ട്രതലവന്മാരുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ട്. ഔപചാരികതകൾക്കപ്പുറം വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും ഒരടുത്ത സുഹൃത്തിനെ പോലെയോ സഹോദരനെ പോലെയോ ആണ് ഭൂരിഭാഗം ലോക നേതാക്കളും മോദിയെ നോക്കിക്കാണുന്നത്. ഇന്ത്യക്ക് എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ എത്തിയിട്ടുണ്ടോ ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യയുടെ സഹായത്തിനായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് സഹായം ലഭിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ നേടാൻ സാധ്യതയുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഇന്ധനക്ഷാമം. ഏതായാലും ഹോർമസ് കടലിടുക്ക് ഭാഗികമായി അടച്ചതോടെ ഇന്ത്യയിലേക്കുമുള്ള എണ്ണയുടെയും LPGയുടെയും എല്ലാം വരവ് കുറയും എന്നുള്ളൊരു ഭീഷണി അവിടെ നിലനിന്നിരുന്നു. പക്ഷേ ഈ ആപത്ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് റഷ്യയാണ്. റഷ്യ ഇന്ത്യക്ക് 95 ദശലക്ഷം ബാരൽ എണ്ണ തരാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ്. കാരണം ഇന്ത്യയുടെ കൈവശം അടുത്ത 25 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത്. അതായത് കഷ്ടിച്ച് ഒരു മാസം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയും അങ്ങനെ ഇന്ധനത്തിനും അല്ലെങ്കിൽ പാചകവാതകത്തിനുമൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന് പോലും സംശയം ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിലാണ് റഷ്യ ഇത്രയും ഉദാരമായ രീതിയിൽ ഇന്ത്യയെ സഹായിച്ചിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി ആ ഒരു ഭീഷണി ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ വലിയ തോതിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമായിരുന്നത്. എന്നാൽ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയില്ല എന്നാണ്. ഏതായാലും അമേരിക്കയുമായി ഇത്തരത്തിലുള്ള ഉടമ്പടിയിലൊന്നും ഇന്ത്യ ഒരിക്കലും ഏർപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല ഡൊണാൾഡ് ട്രംപിന് ഒരിക്കലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ അധിക തീരുവ ചുമത്താനും കഴിയുകയില്ല. കാരണം അമേരിക്കയിലെ സുപ്രീം കോടതി അക്കാര്യം വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ, അത് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തുമൊക്കെ തന്നെ ആപത്ഘട്ടങ്ങളിൽ ഇന്ത്യയെ സഹായിക്കാൻ എത്തിയ ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു നേട്ടമായി ഇൻഡോ റഷ്യൻ ബന്ധത്തിലെ ഏറ്റവും വലിയ മികച്ച മാതൃകയായി ഇത് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ക്രൂഡ് ഓയിൽ മാത്രമല്ല, അതുപോലെ പാചകവാതകവും LNGയും ഒക്കെ തന്നെ വലിയ തോതിൽ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഇത് ഭാവിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നയതന്ത്ര മേഖലയിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായകരമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മാസം ആദ്യം തന്നെ 1.1 മില്യൺ ബാരൽ എണ്ണയാണ് റഷ്യ നമുക്ക് തന്നത്. അതുപോലെ ഇനിയും അങ്ങോട്ട് ഇത് തുടർന്നു പോവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഏറെ ആശ്വാസകരവും. മാത്രമല്ല, നിരവധി റഷ്യൻ എണ്ണ ടാങ്കറുകൾ ഇപ്പോൾ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പലുകൾക്കെല്ലാം തന്നെ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുകയും അങ്ങനെ നമുക്ക് ആവശ്യത്തിനും അധികം ഇന്ധനം തരാൻ റഷ്യയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എണ്ണവില വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ തോതിലുള്ള തിരിച്ചടിയാവും, പ്രത്യേകിച്ച് BJPക്ക്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് നൽകുന്നത് വലിയൊരു സഹായം തന്നെയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടമായിട്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം പ്രസിഡന്റ് പുടിനെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ പലപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും വിമർശിച്ചപ്പോഴും അതുപോലെ വലിയൊരു കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ തന്നെ ഇന്ത്യ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നതാണ്. നരേന്ദ്രമോദി പലതവണ റഷ്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പുടിൻ ഇന്ത്യയിലേക്ക് വന്നത് തന്നെ അന്ന് വലിയൊരു വാർത്തയായിരുന്നു. കാരണം ലോകത്തെ ഒട്ടേറെ രാജ്യങ്ങളിൽ പുടിനെ സന്ദർശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലും പുടിന് അർഹമായ അംഗീകാരം തന്നെ നൽകി ഇന്ത്യ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തെ നമ്മുടെ അതിഥിയാക്കിയിരുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും ശക്തനായ ഭരണാധികാരികൾ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം രാജ്യം വലിയൊരു ആപത്തിലേക്ക് ചെന്ന് പെടാതെ അതിൽ നിന്നൊക്കെ തന്നെ ഒഴിവാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അമേരിക്കയുടെ ഭീഷണിയൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതും തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബാധകമേ അല്ല. ഇന്ത്യ ഉറച്ച ചുവടുകളോട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.